നമ്മളിനി ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യുവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിനകത്ത് സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റാണ് പഠിക്കുന്നത്. SPRT എന്നാണ് പറയുന്നത്. ഈ ഒരു സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിളിൻ്റെ സൈസായിട്ടുള്ള n എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കത്തില്ല, അതൊരു റാൻഡം വേരിയബിൾ ആയിരിക്കും. നമുക്കിതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The best known procedure in sequential testing is a sequential probability ratio test, SPRT, developed by A. Wald, discussed below. Suppose we want to test the hypothesis h0 theta is equal to theta naught against the alternative hypothesis h1 theta is equal to theta 1 for a distribution with a PDF f of x theta. For any positive integer m, the likelihood function of a sample x1, x2, etc. xm from the population with a PDF f of x theta is given by L1 of m is equal to product of I is equal to 1 to m f x I theta 1 when h1 is true, and by L naught of m is equal to product of I is equal to 1 to m f x I theta naught when h naught is true. ഈ ഒരു സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റിനകത്ത് നമ്മളിവിടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ചെയ്യുന്നത്. നമ്മൾ h നോട്ട് ആയിട്ട് എടുക്കുന്നത് h നോട്ട് തീറ്റ ഇസ് ഇക്വൽ ടു തീറ്റ നോട്ട് എഗെയിൻസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് തീറ്റ ഇസ് ഇക്വൽ ടു തീറ്റ 1 എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് f of x തീറ്റയാണ്. നമ്മളൊരു സാമ്പിൾ കൺസിഡർ ചെയ്യുവാണ്. സാമ്പിളിൻ്റെ ഒബ്സർവേഷൻ x1, x2, എക്സെട്ര xm ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഒരു സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് I is equal to 1 to m f x I of theta 1 ആയിരിക്കും. ഏത് കേസിൽ h1 ട്രൂ ആയിരിക്കുന്ന കേസിൽ ഇതായിരിക്കും ഇതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതുപോലെ h നോട്ട് ട്രൂ ആയിരിക്കുന്ന കേസിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് I is equal to 1 to m f x I തീറ്റ നോട്ട് ആയിരിക്കും. കാരണം എന്താ, h നോട്ട് ട്രൂ ആയിരിക്കുന്ന കേസിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ നോട്ട് ആയിരിക്കും. അതുപോലെ h1 ട്രൂ ആയിരിക്കുന്ന കേസിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് തീറ്റ 1 ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ റേഷ്യോ എടുക്കുവാണ്. ആ റേഷ്യോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ലാംഡ എം എന്ന് പറഞ്ഞു. സോ ലാംഡ എം എന്ന് പറയുന്നത് L1m ഡിവൈഡ് ബൈ L നോട്ട് എം ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനെ റേഷ്യോ എടുക്കുന്നു. അതിൻ്റെ രണ്ട് റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്, പ്രൊഡക്റ്റ് I is equal to 1 to m f x I തീറ്റ 1 ഡിവൈഡ് ബൈ f x I തീറ്റ നോട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ m എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര ആയിരിക്കും. ഇനി എങ്ങനെയാണ് സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റ് മെത്തേഡ് വഴി h നോട്ടും h1ഉം ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. The SPRT for testing h naught against h1 is defined as follows. At each stage of the experiment, at the mth trial for any integral value m, the likelihood ratio lambda m is equal to 1 2 3 etc. is computed. നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഒരു ലൈക്ലിഹുഡ് റേഷ്യോ ലാംഡ എം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് കൺക്ലൂഷൻസ് ഇതിൽ എത്തും. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇഫ് ലാംഡ എം ഇസ് ഗ്രേറ്റർ ദാൻ or equal to a, we terminate the process with rejection of h naught. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു ഓരോ കേസിലും ലാംഡ എം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ കണ്ടുപിടിക്കുന്ന ലാംഡ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ h നോട്ട് റിജക്റ്റ് ചെയ്യും. അതോടുകൂടി നമ്മൾ ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. ഇനി നമുക്ക് കിട്ടിയ ലാംഡ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് വെച്ചു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ h നോട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യും. ഇനി നമുക്ക് കിട്ടിയ ലാംഡ എം ബിക്കും എക്കും അടയ്ക്കാമെന്ന് വെച്ചു. അതായത് ബി ലെസ് ദാൻ ലാംഡ എം ലെസ് ദാൻ എ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഒബ്സർവേഷനിലേക്ക് പോകും. സോ നമുക്ക് 3 തരത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്റ്റേജിലും ലാംഡ എം കാൽക്കുലേറ്റ് ചെയ്യും. ലാംഡ എം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു എ ബി എന്നുള്ള വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്യും. ലാംഡ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ h നോട്ട് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ലാംഡ എം ലെസ് ദാൻ ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മൾ ഈ h നോട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇഫ് ബി ലെസ് ദാൻ ലാംഡ എം ലെസ് ദാൻ എ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഒബ്സർവേഷൻ കളക്ട് ചെയ്യും. ഇനി നമുക്ക് എയും ബിയും എന്താണെന്ന് നോക്കാം. ഇവിടെ എ ആൻഡ് ബി കൊടുത്തിട്ടുള്ളതിൽ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എ ആയിരിക്കും. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫയാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. എന്താ ഈ ആൽഫയും ബീറ്റയൊക്കെ? ഇതൊക്കെ നമ്മൾ UG ക്ലാസ്സിൽ പഠിച്ചതാണ്. ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത് ടൈപ്പ് 1 എററിൻ്റെ പ്രൊബബിലിറ്റിയും അതുപോലെ ടൈപ്പ് 2 എററിൻ്റെ പ്രൊബബിലിറ്റിയുമാണ്. ആൽഫയാണ് probability of type 1 error and beta ആണ് probability of type 2 error. From computational point of view, it is much convenient to deal with log
ലാംഡ എം റാദർ ദാൻ ലാംഡ എം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ലാംഡ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം, പക്ഷേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗ് എടുക്കുമ്പോഴായിരിക്കും ഇച്ചിരി കൂടി ഈസി ആയിട്ട് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലാംഡ എമ്മിൻ്റെ വാല്യൂവിന് ലോഗ് എടുക്കുവാണ്. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഗ് ലാംഡ എം ഇസ് ഈക്വൽ ടു, ഈ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് അത് സമ്മേഷൻ ആവും. സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to m ലോഗ് എഫ് എക്സ് ഐ തീറ്റ 1 ഡിവൈഡ് ബൈ എഫ് എക്സ് ഐ തീറ്റ നോട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു ലോഗ് എഫ് എക്സ് ഐ തീറ്റ 1 ഡിവൈഡ് ബൈ എഫ് എക്സ് ഐ തീറ്റ നോട്ടിനെ നമ്മൾ ഇസഡ് ഐ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. സോ നമുക്ക് സമ്മേഷൻ ഐ ഇസ്ക്വൽ ടു 1 to m ഇസഡ് ഐ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഈ ഇസഡ് ഐയുടെ ടേംസിൽ SPRT ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, ഇഫ് സമ്മേഷൻ ഇസഡ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എ റിജക്റ്റ് എച്ച് നോട്ട്. ഈ ഒരു സമ്മേഷൻ ഇസഡ് ഐ എന്ന് പറയുന്നത് ലോഗ് എനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും. അതുപോലെ ഈ ഒരു സമ്മേഷൻ ഇസഡ് ഐ എന്ന് പറയുന്നത് ലോഗ് ബിനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ H1 റിജക്റ്റ് ചെയ്യും, അതായത് എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇനിയിപ്പം ലോഗ് ബി ലെസ് ദാൻ സമ്മേഷൻ ഇസഡ് ഐ ലെസ് ദാൻ ലോഗ് എ ആണെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത ഒബ്സർവേഷൻ സെലക്ട് ചെയ്യും. സോ നമ്മൾ ഈ ഒരു SPRT പ്രോസസ്സ് രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് ലാംഡ എമ്മിൻ്റെ ടേംസിലും രണ്ടാമത് പറഞ്ഞത് സമ്മേഷൻ ഇസഡ് ഐയുടെ ടേംസിലുമാണ് പറഞ്ഞത്. In SPRT, we continue taking additional observation unless inequality b less than lambda m less than a implies log b less than summation zi less than log a is violated at either end. It has been proved that SPRT eventually terminates with probability 1. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഈ ഒരു ഇനീക്വാലിറ്റി കണ്ടു, ഈ ഒരു ഇനീക്വാലിറ്റിയുടെ ലെഫ്റ്റ് ടേമും അതുപോലെ തന്നെ റൈറ്റ് ടേമും വയലേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഒബ്സർവേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു SPRTയിലുള്ളൊരു പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു SPRT പ്രോസസ്സ് ഇവൻച്വലി ടെർമിനേറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി 1 കൂടിയായിരിക്കും. സോ ഇതാണ് നമ്മുടെ SPRT പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്, അതായത് OC ഫംഗ്ഷൻ ഓഫ് SPRT നോക്കാം. The OC function L of theta is defined as L of theta is equal to probability of accepting H naught theta is equal to theta naught when theta is true value of parameter, and since the power function P of theta is equal to probability of rejecting H naught where theta is a true value, we get L of theta is equal to 1 minus P of theta. ഇവിടെ നമ്മുടെ L of theta അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് H naught ആണ്. ഇവിടെ H naught എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട് ആണ്. ഇതിൻ്റെ പവർ ഫംഗ്ഷൻ എന്താ, പവർ ഫംഗ്ഷനൊക്കെ നമ്മൾ UG ക്ലാസ്സിൽ പഠിച്ചാണ്. പവർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H naught വെൻ H naught ഈസ് ട്രൂ എന്നാണ്. ഇവിടെ H naught ഈസ് ട്രൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, H naught അതായത് തീറ്റ എന്ന് പറയുന്നത് തീറ്റ നോട്ട് ആണ് ഇതിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് തീറ്റ നോട്ട് ആയിരിക്കുന്ന കേസിൽ നമ്മൾ H naught-നെ റിജക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് പവർ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ L of theta എങ്ങനെ എടുത്തിരിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് H naught എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് L of theta-നെ എങ്ങനെ എഴുതാം, 1 മൈനസ് P of theta എന്ന് പറഞ്ഞ് എഴുതാം. P of theta എന്താ, പവർ ഫംഗ്ഷൻ ആണ്. പവർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H naught ആണ്. L of theta എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് H naught ആണ്. സോ L of theta എന്ന് പറയുന്നത് 1 മൈനസ് P of theta ആയിരിക്കും. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ L of theta എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 മൈനസ് P of theta ആയിരിക്കും. ദ OC ഫംഗ്ഷൻ ഓഫ് എ SPRT for testing H naught theta is equal to theta naught against the alternative H1 theta is equal to theta 1 in sampling from a population with a density function f(x) of theta is given by L of theta is equal to a raised to h of theta minus 1 divided by a raised to h of theta minus b raised to h of theta. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് OC ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. L of thetaയുടെ വാല്യൂ എന്താ, L of theta is equal to a raised to h of theta minus 1 divided by a raised to h of theta minus b raised to h of theta ആണ്. Where for each value of theta, the value of h of theta not equal to 0 is to be determined so that expectation of fx theta 1 divided by fx theta naught raised to h of theta equal to 1. അപ്പം ഓരോ തീറ്റയുടെ വാല്യൂവിലും എച്ച് ഓഫ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതുമാത്രമല്ല എക്സ്പെക്ടേഷൻ ഓഫ് fx theta 1 divided by fx theta naught raised to h of theta എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. where a and b are constants already defined. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഓൾറെഡി കണ്ടതാണ്. എ എന്ന് വെച്ചാൽ എന്താ, a is equal to 1 minus beta divided by alpha ആണ്. അതുപോലെ b എന്ന് പറയുന്നത് എന്താ, beta divided by 1 minus alpha ആണ്. ഇനി ആവറേജ് സാമ്പിൾ നമ്പർ ASN.
The sample size n in sequential testing is a random variable which can be determined in terms of the true density function fx of theta. A is a function for the SPRT for testing h0 theta is equal to theta naught against h1 theta is equal to theta 1 is given by expectation of n is equal to L of theta into log b plus 1 minus L of theta into log a divided by expectation of z, where z is equal to log fx theta 1 divided by fx theta naught. A is equal to 1 minus beta divided by alpha and b is equal to beta divided by 1 minus alpha. നമ്മൾ നേരത്തെ തന്നെ കണ്ടാണ് ഈ ഒരു SPRT പ്രോസസ്സിൽ സാമ്പിൾ സൈസ്, അതായത് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ടേംസിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡാണ് ആവറേജ് സാമ്പിൾ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് n ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് n എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന h0 എന്ന് പറയുന്നത് എന്താ? h0 തീറ്റ ഇസ്ക്വൽ ടു തീറ്റ അഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് h1 തീറ്റ ഇസ്ക്വൽ ടു തീറ്റ 1 ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് n എന്ന് പറയുന്നത് L of തീറ്റ into log b plus 1 minus L of theta into log a divided by expectation of z ആണ്. z എന്താ? z നമ്മൾ നേരത്തെ കണ്ടു, log fx theta 1 divided by fx theta naught ആണ്. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. 1 minus beta divided by alpha, beta divided by 1 minus alpha ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Give the SPRT for testing h0 theta is equal to theta naught against h1 theta is equal to theta 1 where theta 1 greater than theta naught in sampling from a normal density fx of theta is equal to 1 by sigma root of 2 pi exponential of minus 1 by 2 into x minus theta divided by sigma the whole square minus infinity less than x less than infinity where sigma is known. ഇവിടെ ഒ സി ഫംഗ്ഷനും അതുപോലെ തന്നെ എ എം ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് തൽക്കാലം ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻ വെട്ടിക്കളയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു നോർമൽ ഫംഗ്ഷനാണ്. ആ ഒരു നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ട് SPRT കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. SPRT പ്രോസസ്സ് വഴി എങ്ങനെയാണ് അക്സെപ്റ്റും റിജക്റ്റും ഒക്കെ ചെയ്യേണ്ടതെന്ന് നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇവിടെ കമ്പ്യൂട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് EZI എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ എന്ന് നോക്കുന്നത്. അതിന് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? EZI കണ്ടുപിടിക്കണം. EZI എന്താ? log fx1 തീറ്റ 1 ഡിവൈഡ് ബൈ fx1 തീറ്റ നോട്ട് ആണ്. സോ അത് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓൾറെഡി അറിയാം. സോ നമ്മൾ fx1 തീറ്റ 1 ഡിവൈഡ് ബൈ fx1 തീറ്റ നോട്ട് ചെയ്യുവാണ്. ഈ രണ്ട് കേസിലും 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2 പൈ എന്ന് പറയുന്ന ഈ ഒരു ടേം കോമൺ ആയതുകൊണ്ട് തന്നെ അത് കട്ടായി പോകും. സോ നമുക്ക് മിച്ചം എന്താ? എക്സ്പോണൻഷ്യൽ ഓഫ് -1/2 ഈ സിഗ്മ നമ്മൾ വെളിയിലെടുക്കുന്നു. സോ -1/2 സിഗ്മ സ്ക്വയർ ഇൻറ്റു ഒന്ന് മേളിലത്തെ ടേം തീറ്റ 1ൻ്റെ ടേംസിലും അടിയിലത്തെ ടേം തീറ്റ നോട്ടിൻ്റെ ടേംസിലുമാണ്. സോ xi മൈനസ് തീറ്റ 1 സ്ക്വയർ മൈനസ് xi മൈനസ് തീറ്റ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് ടേമിനെയും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം xi വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതണം. അതുപോലെ തീറ്റ നോട്ടിൻ്റെയും തീറ്റ 1ൻ്റെ ടേം ഒരുമിച്ച് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ടേമിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? xi സ്ക്വയർ മൈനസ് 2xi തീറ്റ 1 പ്ലസ് തീറ്റ 1 സ്ക്വയർ മൈനസ് xi സ്ക്വയർ പ്ലസ് 2xi തീറ്റ നോട്ട് മൈനസ് തീറ്റ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു xi സ്ക്വയറും ഈ ഒരു xi സ്ക്വയറോടെ കട്ടായി. ഇനി നമ്മൾ തീറ്റ 1 സ്ക്വയർ തീറ്റ നോട്ട് സ്ക്വയറിനെ ഒരുമിച്ച് എഴുതി. ബാക്കിയുള്ള ടേമിൽ നിന്ന് 2xi എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്തു. സോ നമുക്ക് തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഈ ഒരു ടേം ഉണ്ടോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. സോ നമ്മൾ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം 2xi ഇൻറ്റു തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 വെളിയിലെടുത്തു. ഇവിടെ കണ്ടോ, ഇവിടെ തീറ്റ 1 മൈനസ് തീറ്റ നോട്ട് ഉണ്ട്. സോ നമുക്കൊരു മൈനസ് സൈൻ വെളിയിലേക്ക് എടുത്താൽ ആ ഒരു ടേം കൂടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. സോ തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 വെളിയിലേക്ക് എടുത്തു. അപ്പോൾ ഈ ഒരു ടേം എന്താവും? ഈ ഒരു ടേം മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് തീറ്റ 1 മൈനസ് തീറ്റ നോട്ട് എന്നാവും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2xi മൈനസ് തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 എന്ന് പറഞ്ഞായി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 ഇൻറ്റു 2xi മൈനസ് തീറ്റ നോട്ട് മൈനസ് തീറ്റ 1 എന്ന് പറഞ്ഞായി. ഇനി നമുക്ക് EZI അല്ലേ കണ്ടുപിടിക്കേണ്ടത്? EZI കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ടേമിൻ്റെ ലോഗ് എടുക്കണം. സോ നമ്മൾ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കിട്ടുന്നത്?
RHS ടേം എക്സ്പോണൻഷ്യൽ ടേംസിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് ബാക്കി ആ എക്സ്പോണൻഷ്യലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ θ0 മൈനസ് θ1 ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ എന്നുള്ളത് എടുത്തു. ബാക്കി മിച്ചം ഏതൊക്കെയാണ് ഉള്ളത്? ഈ ഒരു 2xi മൈനസ് θ0 മൈനസ് θ1 ഉണ്ട്, താഴെ ഒരു 2ഉം കിടപ്പുണ്ട്. സോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2xi എന്നുള്ളത് വെറും xi ആവും. xi മൈനസ് വെളിയിലെടുത്തുകൊണ്ട് θ0 പ്ലസ് θ1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ ഇസഡൈ. നമുക്ക് സമ്മേഷൻ ഇസഡൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മേഷൻ ഇസഡൈ എന്താ? ലോഗ് ലാംഡയം ആണ്. സോ അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ടേമിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോഴത്തേക്ക് θ1 മൈനസ് θ0 ഡിവൈഡ് ബൈ സിഗ്മ സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വെളിയിൽ വന്നു. ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ മൈനസ് ഇതെന്താവും? എം ഇൻറ്റു θ0 പ്ലസ് θ1 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാകും. ഇനി നമുക്ക് SPRTയുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. നമ്മുടെ H0 എന്താ? H0 θ ഈസ് ഇക്വൽ ടു θ0 ആണ്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് θ ഈസ് ഇക്വൽ ടു θ1 ആണ്. നമുക്ക് റിജക്റ്റ് H0 ഏത് കേസിലാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ട എന്താ? ഇഫ് സമ്മേഷൻ ഇസഡൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log a ആണെങ്കിൽ നമ്മൾ H0നെ റിജക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സമ്മേഷൻ ഇസഡൈ എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ ഇസഡൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ടേം. സോ ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log a ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ log a എന്താ? എ എന്ന് പറയുന്നത് 1 മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫയാണ്. സോ log 1 മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ നമ്മൾ ഇതിനകത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ സമ്മേഷൻ xi എന്നുള്ള ടേം മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് H0 അക്സെപ്റ്റ് ചെയ്യുന്നത്? സമ്മേഷൻ ഇസഡൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു log b ആയിരിക്കുന്ന കേസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ log b എന്ന് പറയുന്നത് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. സോ log ഓഫ് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയും. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സമ്മേഷൻ xi മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂ ടു ടേക്ക് അടുത്ത ഒബ്സർവേഷൻ എപ്പോഴാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? log b ലെസ് ദാൻ ഇസഡൈ സമ്മേഷൻ ഇസഡൈ ലെസ് ദാൻ log a ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ടു ടേക്ക് അടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു കണ്ടീഷനോട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. log b ലെസ് ദാൻ സമ്മേഷൻ ഇസഡൈ ലെസ് ദാൻ log a എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ നടുക്ക് മാത്രം സമ്മേഷൻ xi വെച്ചുകൊണ്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ബാക്കി ടേംസൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് SPRTയുടെ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ സമ്മേഷൻ ഇസഡൈ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. സമ്മേഷൻ ഇസഡൈയുടെ ടേംസിൽ അക്സെപ്റ്റും റിജക്റ്റും അതുപോലെ തന്നെ അടുത്ത ഒബ്സർവേഷൻ എടുക്കണോ വേണ്ടി എന്നുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മൊഡ്യൂളിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.